ഹായ് ഫ്രണ്ട്സ്, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അവഗണിക്കപ്പെടുന്നവരുടെ ഉള്ളിൽ ഉടലെടുക്കാൻ സാധ്യതയുള്ളതും എന്നാൽ അവർക്ക് തന്നെ കൃത്യമായിട്ട് ഒരു ഉത്തരമില്ലാത്തതുമായ കുറച്ച് ചോദ്യങ്ങളും അതിനെല്ലാം സൈക്കോളജിക്കലി പ്രൂവ് ചെയ്തിട്ടുള്ളതും അതുപോലെ തന്നെ നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കുന്നതുമായ കുറച്ച് ഉത്തരങ്ങളുമാണ് ഈ വീഡിയോയിൽ. ഒരുപാട് സ്നേഹിച്ച ഒരു വ്യക്തി അവഗണിക്കുമ്പോൾ ആ ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിക്ക് ഉണ്ടാകുന്ന ആ ഒരു സങ്കടം അതൊരിക്കലും മറ്റൊരാളെ പറഞ്ഞ് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു കാര്യമല്ല. അത് അനുഭവിച്ച് അറിഞ്ഞവർക്ക് മാത്രമേ അതിൻ്റെ ഒരു ആഴം മനസ്സിലാവുകയുള്ളൂ. സത്യസന്ധവും ആത്മാർത്ഥവുമായ സ്നേഹബന്ധങ്ങളിൽ ഇത്തരത്തിലുള്ള അനുഭവങ്ങളിൽ ഇനി എന്ത് ചെയ്യണമെന്നറിയാതെ ഒരുപാട് ചോദ്യങ്ങളുമായിട്ട് ഒറ്റപ്പെട്ട് ജീവിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ എനിക്ക് ഒന്നേ നിങ്ങളോട് പറയാനുള്ളൂ, നിങ്ങൾ ഒരിക്കലും തനിച്ചല്ല. നിങ്ങൾ ഒരുപാട് സ്നേഹിക്കുന്ന ആ ഒരു വ്യക്തി മാത്രമാണ് നിങ്ങളുടെ കൂടെ ഇല്ലാത്തത്. നിങ്ങളെ സ്നേഹിക്കുന്ന ഒരുപാട് ആളുകൾ നിങ്ങൾക്ക് ചുറ്റുമുണ്ട്. നിങ്ങളെ അവഗണിച്ച് നിൽക്കുന്ന ആ ഒരു വ്യക്തിക്ക് വേണ്ടിയിട്ട് നിങ്ങളെ ഒരുപാട് പരിഗണിക്കുകയും ഒരുപാട് സ്നേഹിക്കുകയും ചെയ്യുന്ന മറ്റുള്ളവരെ നിങ്ങൾ കാണാതെ പോകരുത്. ഇത്തരമൊരു സാഹചര്യത്തിൽ നിൽക്കുമ്പോൾ നമ്മുടെ ഉള്ളിലുണ്ടാകുന്ന കുറച്ച് ചോദ്യങ്ങളുണ്ട്. അതിൽ ഫസ്റ്റ് നമുക്ക് തോന്നുന്നൊരു കാര്യം, ഇത്തരത്തിൽ അവഗണിക്കപ്പെടുമ്പോഴും ആ വ്യക്തിയെ നമ്മൾ പിന്തുടർന്ന് പോകുന്നത് കൊണ്ട് തന്നെയാണ്. അതുകൊണ്ട് തന്നെ ആ ചോദ്യം നമ്മുടെ മനസ്സിലുദിക്കുന്നത്, ഇങ്ങനെ അവഗണിക്കുമ്പോഴും ഈ വ്യക്തിയെ പിന്തുടരാനായിട്ട് നമ്മൾ ഇഷ്ടപ്പെടുന്നതിൻ്റെ കാരണം എന്താണ് എന്നതായിരിക്കും. ഇങ്ങനെ അവഗണിക്കപ്പെടുമ്പോഴും ആ വ്യക്തിയെ പിന്തുടർന്ന് ഇഷ്ടത്തോടെ പിന്നാലെ ചെന്നാലിന് ആ ഒരു കാരണം എന്താണെന്ന് നിങ്ങൾ ചോദിക്കുകയാണെങ്കിൽ എനിക്കതിന് 1-2 റീസൺസ് പറയാനുണ്ട്. ശരിക്കും പറഞ്ഞാൽ ആ വ്യക്തി നിങ്ങൾക്ക് വളരെ 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 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ അവരെ നിങ്ങൾക്ക് വിട്ടുകളയാൻ യാതൊരു താല്പര്യവുമില്ല. അതുകൊണ്ട് തന്നെ അവർ നിങ്ങളെ ഇങ്ങനെ അവഗണിച്ച് മാറി നിൽക്കുമ്പോൾ അത് നിങ്ങളുടെ മനസ്സൊരു വെല്ലുവിളിയായിട്ടാണ് ഏറ്റെടുക്കുന്നത്. എങ്ങനെയെങ്കിലും അവരെ പറഞ്ഞ് മനസ്സിലാക്കി ആ വെല്ലുവിളിയെ ജയിച്ച് അവരെ നിങ്ങളുടെ അടുത്തേക്ക് കൊണ്ടുവരാനുള്ള നിങ്ങളുടെ അതിയായ ഒരു ആഗ്രഹം അത് ഇതിനൊരു കാരണമാണ്. ഇനി മറ്റൊരു കാരണം നോക്കുകയാണെങ്കിൽ അവരുടെ ആ ഒരു പെരുമാറ്റ രീതി അത് മാറ്റിയെടുക്കാൻ സാധിക്കുമെന്ന് നിങ്ങളുടെ അമിതമായ വിശ്വാസം അല്ലെങ്കിൽ ആ ഒരു കോൺഫിഡൻസ്, അതുകൊണ്ടുകൂടെ നിങ്ങൾ അവരുടെ പിന്നാലെ പോകാനുള്ള സാധ്യതകൾ ഏറെയുണ്ട്. നിങ്ങളുടെ സ്നേഹം കൊണ്ട് അല്ലെങ്കിൽ നിങ്ങളുടെ സങ്കടം കൊണ്ട് നിങ്ങൾ കൊടുക്കുന്ന ആ ഒരു കെയർ കൊണ്ട് നിങ്ങൾ അവരെ വിട്ടിട്ട് പോയിട്ടില്ല എന്നുള്ള പ്രൂവ് ചെയ്യുന്നത് കൊണ്ടെല്ലാം നിങ്ങൾ ഉദ്ദേശിക്കുന്നത് അവരെ എങ്ങനെയെങ്കിലും മാറ്റിയെടുത്ത് എന്തെങ്കിലുമൊക്കെ ചെയ്ത് അല്ലെങ്കിൽ എങ്ങനെയെങ്കിലും അവരുടെ കാല് പിടിച്ചാണെങ്കിലും അവരെ മാറ്റിയെടുക്കാനായിട്ട് നിങ്ങൾക്ക് സാധിക്കുമെന്ന് നിങ്ങളുടെ വിശ്വാസമാണ് നിങ്ങൾ അവരുടെ പിന്നാലെ കൊണ്ടുപോകുന്നത്. ഇനി അതിൻ്റെ മറ്റൊരു റീസൺ നോക്കുകയാണെങ്കിൽ നിങ്ങൾ തമ്മിലുള്ള ആ ഒരു ബന്ധം തുടങ്ങുന്ന കാലത്ത് അവർ നിങ്ങളോട് കാണിച്ച ആ ഒരു അറ്റാച്ച്മെൻറ്റ് ശൈലി അത് നിങ്ങൾ ഒരിക്കലും മറക്കാൻ സാധ്യതയില്ലാത്തൊരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അവരോട് പ്രത്യേകമായിട്ടുള്ളൊരു അടുപ്പം ഉണ്ടായിരിക്കും. അതുമല്ലെങ്കിൽ നിങ്ങൾ ആ സമയത്തെടുത്ത ചില തീരുമാനങ്ങൾ, ചില പ്രോമിസസ് ഒരിക്കലും പിരിഞ്ഞു പോവുകയില്ല. ഇല്ല, അവർ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരിക്കും, ഞാൻ നിന്നെ ഉപേക്ഷിച്ച് പോയാലും നീ എന്നെ ഒരിക്കലും വിട്ടിട്ട് പോകരുത്, നീ എൻ്റെ പിന്നാലെ വരണം. അങ്ങനെയുള്ള ചില സംസാരങ്ങൾ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ചില പ്രോമിസുകൾ അതെല്ലാം നിങ്ങളുടെ മനസ്സിൽ തട്ടി നിൽക്കുന്നുണ്ടാവും. ഇത്തരം കാരണങ്ങൾ കൊണ്ടും പലരും ഇത്തരത്തിൽ അവഗണിക്കപ്പെടുമ്പോഴും ആ വ്യക്തിയുടെ പിന്നാലെ പോകാൻ ഇഷ്ടപ്പെടുന്നുണ്ട്, അല്ലെങ്കിൽ അവർ പോലും അറിയാതെ പിന്നാലെ പോകുന്നു. ഇനി ഇത്തരത്തിലുണ്ടാകുന്ന മറ്റൊരു ചോദ്യമാണ്, ഇവരെ നമുക്ക് മാറ്റിയെടുക്കാനായിട്ട് കഴിയുമോ? ഇങ്ങനെ അവഗണിച്ച് മാറി നിൽക്കുന്നവരെ നമ്മൾ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ മാറ്റിയെടുക്കാൻ കഴിയുമോ ഇല്ലയോ എന്നുള്ളത് പലരുടെയും ഉള്ളിലൊരു ചോദ്യമാണ്. ശരിക്കും പറഞ്ഞാൽ ഇവരെ മാറ്റിയെടുക്കാൻ കഴിയുമോ ഇല്ലയോ എന്നുള്ളത് പറയുന്നതിന് മുൻപ് എനിക്ക് നിങ്ങളോട് 1-2 കാര്യങ്ങൾ പറയാനുണ്ട്. അതായത് നിങ്ങളിങ്ങനെ മാറ്റിയെടുക്കാൻ ശ്രമിക്കുന്നതിന് മുൻപ് നിങ്ങൾക്കൊരു വിലയിരുത്തണം. അതിന് അടുത്തതായിട്ട് വേണ്ട എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ ഒരു വ്യക്തി മാത്രം അതിനെ ആഗ്രഹിച്ചിട്ട് കാര്യമില്ല. ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിയും അതിനുവേണ്ടി അവർക്കും മനസ്സുണ്ടാവണം, അവരും ആഗ്രഹിക്കണം. എങ്കിൽ മാത്രമേ നിങ്ങൾക്കിതിലൊരു മാറ്റം ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അതുപോലെ തന്നെ ഇതുപോലെയുള്ള ഒരു അറ്റാച്ച്മെൻറ്റ് ശൈലി ഇങ്ങനെ അവഗണിച്ച് മാറി നിൽക്കുന്ന ആ ഒരു രീതിയുള്ള വ്യക്തിയിൽ ഇത്തരത്തിലൊരു മാറ്റം ഉണ്ടാക്കിയെടുക്കാനായിട്ട് സമയമെടുക്കും. അതും ചെറിയ തോതിലുള്ള സമയമൊന്നുമല്ല, ചിലപ്പോൾ ഒരുപാട് സമയം എടുത്തേക്കാം. ഇതൊരൊറ്റ ദിവസത്തിൽ നടക്കുമെന്ന് നിങ്ങൾ ഒരിക്കലും പ്രതീക്ഷിക്കരുത്. ക്ഷമയോടെ കാത്തിരിക്കുക, ക്ഷമയോടെ അതിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഫലം കണ്ടെത്താനാവും. ഇനി നമ്മളുടെ ഉള്ളിൽ ഉദിക്കാൻ സാധ്യതയുള്ള മറ്റൊരു ചോദ്യമാണ്, ഇത്തരത്തിൽ അവഗണിച്ച് മാറി നിൽക്കുന്ന ആ വ്യക്തികളെ വിട്ടിട്ട് പോകണമോ വേണ്ടയോ എന്നുള്ളത്. അതുപോലെ ഇപ്പോഴും ആ വ്യക്തി നിങ്ങളെ സ്നേഹിക്കുന്നുണ്ടാവുമോ? തിരികെ വരാനായിട്ട് അവർ ആഗ്രഹിക്കുന്നുണ്ടാവുമോ? ഇങ്ങനെയുള്ള ചില ചിന്തകളും ചോദ്യങ്ങളെല്ലാം നമ്മുടെ മനസ്സിലുദിക്കും. ശരിക്കും ആ വ്യക്തി നിങ്ങളിലേക്ക് തിരിച്ചു വരണമെന്ന് അല്ലെങ്കിൽ നിങ്ങൾ അവരിലേക്ക് തിരിച്ചു ചെല്ലണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവർ തീർച്ചയായും നിങ്ങളുടെ അടുത്ത് സംസാരിക്കാനും നിങ്ങളുടെ അടുത്തേക്ക് വരാനും നിങ്ങളോടൊരു തുറന്നുള്ള സംസാരത്തിന് തയ്യാറാകും. ഒരു ബന്ധത്തിൻ്റെ വളർച്ചയ്ക്കും ആരോഗ്യകരമായ ഭാവിക്കും തുറന്നുള്ള സംസാരം അനിവാര്യമാണ്. ഇതിപ്പോൾ നിങ്ങൾ ആഗ്രഹിച്ച് അവരോട് സംസാരിക്കാൻ ശ്രമിക്കുകയാണെങ്കിലും അവർ കൂടെ ഇത് ആഗ്രഹിക്കണം എന്നുള്ളതാണ് വസ്തുത. എങ്കിൽ മാത്രമേ ഇത് വർക്കൗട്ട് ആവുകയുള്ളൂ.
ശരിക്കും പരസ്പര സഹകരണത്തോടെ മുന്നോട്ട് പോകുമ്പോൾ മാത്രമേ ഒരു ബന്ധത്തിന്റെ വളർച്ചയും അതുപോലെ തന്നെ ഒരു പരസ്പര ധാരണയും എല്ലാം ഉണ്ടെങ്കിൽ മാത്രമേ ആ ബന്ധം കൂടുതൽ ആഴത്തിലുള്ളതാക്കാനും സാധിക്കുകയുള്ളൂ. പരസ്പര സഹകരണം ഒരു ബന്ധത്തിന്റെ വളർച്ചയ്ക്ക് കാരണമാകും. അതുപോലെ തന്നെ പരസ്പര ധാരണ ഒരു ബന്ധം കൂടുതൽ ആഴത്തിലുള്ളതാക്കി മാറ്റും. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് ശരിക്കും നിങ്ങൾ അവരെ വിട്ടിട്ട് പോകണമോ വേണ്ടയോ എന്നുള്ളതാണ്. അവർ ഇത്തരത്തിൽ നിങ്ങളുടെ അടുത്ത് എന്തെങ്കിലും ഒരു സൂചന തരുന്നുണ്ടെങ്കിൽ നിങ്ങൾ അവരെ വിട്ടിട്ട് പോകേണ്ട ആവശ്യമില്ല. കാരണം അവർക്ക് ചിലപ്പോൾ നിങ്ങളോട് സംസാരിക്കാൻ എന്തെങ്കിലും ഒരു ഈഗോ ഉണ്ടായിരിക്കാം. കുറച്ച് നാളൊന്ന് വെയിറ്റ് ചെയ്ത് നോക്കാം. ഇല്ലെങ്കിൽ നിങ്ങളൊരു തുടക്കം കുറിക്കാൻ വേണ്ടി അവർ കാത്തിരിക്കുകയായിരിക്കാം. എല്ലാ രീതിയിലും ഒന്ന് ശ്രമിച്ചു നോക്കുന്നത് കൊണ്ട് യാതൊരു തെറ്റുമില്ല. നിങ്ങളുടെ ഈഗോയേക്കാൾ മുകളിൽ ഒരു വ്യക്തിയെ കാണാനും ആ വ്യക്തിയെ സ്നേഹിക്കാനും നിങ്ങൾക്ക് കഴിയുന്നുണ്ടെങ്കിൽ അത് വളരെ മനോഹരമായിട്ടുള്ളൊരു കാര്യമാണ്. അതിലൊരു കുറവും വിചാരിക്കേണ്ട ആവശ്യമില്ല. ഇത്തരത്തിൽ നിങ്ങൾ ആ ഒരു വ്യക്തിക്ക് ചാൻസ് കൊടുക്കുകയും അല്ലെങ്കിൽ നിങ്ങൾ അതിനു വേണ്ടി ഒന്ന് ശ്രമിക്കുകയും ചെയ്യുമ്പോൾ അവർ നിങ്ങളിലേക്ക് തിരികെ വരാൻ ആഗ്രഹിക്കുന്നുണ്ടോ എന്നുള്ളത് നിങ്ങൾക്കും വ്യക്തമാകും. ഇനി ഇതുപോലെ നമ്മുടെ മനസ്സിൽ ഉദിക്കുന്ന ഒരു ചോദ്യമാണ്, എന്തുകൊണ്ടായിരിക്കും അവർ നമ്മളെ അവഗണിക്കുന്നത്? ശരിക്കും പറയുകയാണെങ്കിൽ സ്നേഹിക്കുകയും സ്നേഹിക്കപ്പെടുകയും എല്ലാം ചെയ്യുന്നത് വളരെ മനോഹരമായിട്ടുള്ളൊരു കാര്യമാണ്. എന്നിട്ടും എന്തുകൊണ്ടായിരിക്കും അവർ നമ്മളെ അവഗണിച്ച് മാറി നിൽക്കുന്നത്? ഇത്തരത്തിൽ അവഗണിച്ച് മാറി നിൽക്കുന്ന ആളുകളിൽ കണ്ടുവരുന്ന ഒരു രീതി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരൊരു പ്രതിരോധ സംവിധാനം എന്ന നിലയിൽ അടുപ്പവും വൈകാരിക ബന്ധവും എല്ലാം കുറയ്ക്കും, അല്ലെങ്കിൽ അതെല്ലാം മാക്സിമം ഒഴിവാക്കി മാറി നിൽക്കും. അവരുടെ ജീവിതത്തിൽ ഇതിനു മുൻപുണ്ടായിട്ടുള്ള എന്തെങ്കിലും അനുഭവങ്ങളിൽ നിന്നായിരിക്കാം അവർ ഇത്തരത്തിലൊരു ഡിസിഷൻ എടുത്ത് മാറി നിൽക്കാനും അല്ലെങ്കിൽ ഇത്തരത്തിലൊരു അടുപ്പം വരാതിരിക്കാനും വേണ്ടി ശ്രദ്ധിക്കുന്നത്. ചിലപ്പോൾ ഒരുപാട് എടുത്തിട്ടുണ്ടെങ്കിൽ ഞാൻ ഒരുപാട് ദുഃഖിക്കേണ്ടി വരും, ഇവരെന്നെ വിട്ടിട്ട് പോകുമോ എന്നുള്ള ഭയമാവാം. അല്ലെങ്കിൽ ഞാൻ ഒരുപാട് അടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവരെൻ്റെ അടുത്ത് ഒരുപാട് സ്വാതന്ത്ര്യം എടുക്കുമോ, എൻ്റെ ഫ്രീഡം നഷ്ടമാകുമോ എന്നുള്ള ഭയമാകാം. എന്നാൽ ചിലർ അത് മറ്റുള്ളവർ അറിഞ്ഞു കഴിഞ്ഞാലോ ഞങ്ങൾ തമ്മിലുള്ള ഒരു റിലേഷൻഷിപ്പ് മറ്റുള്ളവർക്കിടയിലെല്ലാം പറഞ്ഞ് പരന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു നാണക്കേടാകുമോ, അത്തരത്തിൽ ചിന്തിക്കുന്നവരുമുണ്ട്. എന്നാൽ മറ്റു ചിലർ ഇവരെ കുറച്ച് നാൾ കൂടി ഒന്ന് നമുക്ക് ഒബ്സർവ് ചെയ്യാം, വിശ്വസിക്കാൻ മാത്രം ആയോ എന്നുള്ളത് ഉറപ്പില്ലാത്ത ഒരവസ്ഥയിൽ നിൽക്കുന്ന ആളുകളുമുണ്ട്. ഇത്തരം കാരണങ്ങൾ കൊണ്ടെല്ലാം അവർ ഇത്തരത്തിൽ വൈകാരികമായിട്ടും അതുപോലെ തന്നെ നല്ല രീതിയിൽ അടുക്കുന്നതിന് ഒരു പ്രതിരോധം സൃഷ്ടിച്ച് എപ്പോഴും മാറി നിൽക്കുന്നതായിട്ട് നമ്മൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും. ഇത്തരം കാരണങ്ങൾ കൊണ്ടെല്ലാം ഒരു വ്യക്തി നിങ്ങളെ അവഗണിച്ച് മാറി നിൽക്കാം. ശരിക്കും ഒരു റിലേഷൻഷിപ്പ് ഡീപ്പ് ആവാനായിട്ട്, നിങ്ങളുടെ റിലേഷൻഷിപ്പ് നല്ല ഡീപ്പ് ആവാനും അതുപോലെ തന്നെ വിശ്വാസം കൂടാനും എല്ലാം ഇത്തരം കാരണങ്ങൾ ഒരു വെല്ലുവിളിയാവുകയാണ് ചെയ്യുന്നത്. അവരുടെ ആ കാഴ്ചപ്പാട് നമ്മൾ മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുക. അവർക്ക് നമ്മളെ മനസ്സിലാക്കാനും നമ്മുടെ അടുത്തൊരു വിശ്വാസം വരാനും അല്ലെങ്കിൽ നമ്മൾ അവർ വിട്ടിട്ട് പോകില്ല എന്നുള്ളൊരു ബോധ്യം വരാനും എല്ലാം ചിലപ്പോൾ സമയമെടുക്കും. അതിനുവേണ്ടി നമുക്ക് ക്ഷമയോടുകൂടി പ്രവർത്തിക്കാം. അവർക്ക് വേണ്ട പിന്തുണകൾ നൽകാം. ഇതെല്ലാം വളരെ അത്യാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. ഇനി നമ്മുടെ ഉള്ളിൽ ഉദിക്കുന്ന മറ്റൊരു ചോദ്യമാണ്, കമ്മിറ്റ്മെന്റ്സിനെ ഭയപ്പെടുന്നത് സാധാരണമായിട്ടുള്ള ഒരു കാര്യമാണോ എന്നത്. വൈകാരികമായിട്ടുള്ള അടുപ്പം, അത് അസ്വസ്ഥത അല്ലെങ്കിൽ സ്വാതന്ത്ര്യം നഷ്ടപ്പെടുമെന്നുള്ള ഒരു ഭയം, അതെല്ലാം ഇതിന് കാരണമാണ്. ചില ആളുകളെ സംബന്ധിച്ച് വൈകാരികമായിട്ടുള്ള അടുപ്പം അവർക്കൊരു പ്രത്യേകതരം അസ്വസ്ഥത ഉണ്ടാക്കും. അതുപോലെ അവരുടെ സ്വാതന്ത്ര്യം നഷ്ടപ്പെടുമോ എന്നുള്ളൊരു ഭയം ഉണ്ടാക്കും. ഇതെല്ലാം ഇത്തരത്തിൽ കമ്മിറ്റ്മെന്റ്സ് ഉണ്ടാവാനോ അല്ലെങ്കിൽ അത്തരത്തിൽ കൂടുതൽ അടുക്കാതിരിക്കാനോ ഉള്ള കാരണങ്ങളാണ്, അല്ലെങ്കിൽ അവർക്ക് അങ്ങനെ ഒരു ഭയം ഉണ്ടാകുന്നതിനുള്ള കാരണങ്ങളാണ്. ശരിക്കും പറഞ്ഞാൽ ഇത്തരത്തിൽ അവഗണിച്ച് മാറി നിൽക്കുന്ന പാർട്ട്ണറെ സംബന്ധിച്ച് ഇത് സാധാരണമാണ്. ഇങ്ങനെ ഒരു ഭയം ഉണ്ടാകുന്നത് സാധാരണമാണ്. ഇത് സങ്കീർണമായിട്ടുള്ള ഒരു കാര്യമാണെങ്കിലും അതിന് അവർക്ക് അവരുടേതായിട്ടുള്ള കാരണങ്ങളുമുണ്ട്. കമ്മിറ്റ്മെന്റ്സ് അല്ലെങ്കിൽ പ്രതിബദ്ധത അവരിൽ ആശ്രയത്വത്തെയും ദുർബലതയെയും കുറിച്ചുള്ള ഒരു ഭയം ഉണ്ടാക്കുന്നു. ഇതൊരു പ്രധാന വെല്ലുവിളിയായിട്ട് അവരുടെ റിലേഷൻഷിപ്പിൽ മാറുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ കഴിയുന്നത്ര അവർ ഒഴിവാക്കാനായിട്ട് ശ്രമിക്കും. ഇത്തരത്തിലുള്ള ഈ ഒരു ഭയം അവരുടെ ഉള്ളിൽ നിൽക്കുന്നത് കൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള കമ്മിറ്റ്മെന്റ്സ് എല്ലാം മാക്സിമം ഒഴിവാക്കാനായിട്ട് അവർ ശ്രമിക്കും. അത് ഓപ്പോസിറ്റ് നിൽക്കുന്ന പങ്കാളിയെ കൂടുതൽ സങ്കടത്തിലാക്കുകയും ചെയ്യും. ഇവിടെ എനിക്ക് ഒരു കാര്യം തന്നെയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയാനുള്ളത്. നിങ്ങളുടെ ഏറ്റവും വലിയ ആയുധം ഇവിടെ ക്ഷമയാണ്. ക്ഷമയോടുകൂടിയുള്ള പ്രവൃത്തിയും അതുപോലെ തന്നെ ക്ഷമയോടെ അവർക്ക് വേണ്ടിയിട്ട് നിങ്ങൾക്ക് വെയിറ്റ് ചെയ്യാൻ തയ്യാറാണെങ്കിൽ, അവരെ മനസ്സിലാക്കാൻ നിങ്ങൾ തയ്യാറാവുകയാണെങ്കിൽ നിങ്ങൾക്ക് അവരുടെ ഉള്ളിൽ നിങ്ങളോടുള്ള ആ ഒരു വിശ്വാസം നല്ല രീതിയിൽ വളർത്തിയെടുക്കുവാനും അതുപോലെ നിങ്ങളുടെ ബന്ധം കൂടുതൽ ആഴത്തിലാക്കുവാനും സാധിക്കും. ഒറ്റപ്പെട്ടു പോയി എന്ന് തോന്നുന്ന നിമിഷത്തിൽ നിങ്ങൾക്കുള്ള 1000 ചോദ്യങ്ങളിൽ കുറച്ചെങ്കിലും ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകാൻ സാധിച്ചു എന്ന സന്തോഷത്തോടെ ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. താങ്ക് യു.